അപ്പോൾ ഈ ഒരു കരിങ്കല്ലിൻ്റെ കട്ടില എന്ന് പറയുമ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത്. എത്രയാണ് 40 സെന്റിമീറ്റർ വീതി, 42 സെന്റിമീറ്റർ ആണ് ഇതിന്റെ കെട്ടുവണ്ണം കേട്ടോ. ഈ വണ്ണത്തിലല്ല ഫുള്ള് ചുമര് പോകുന്നത്, ഈ ഒരു വണ്ണത്തിലാണ് ചുമര് പോകുന്നത്. ഈ ഒരു മുന്നിലുള്ളതിന്റെ ഒരു ഫിനിഷിംഗ് നോക്കണം, കണ്ണാടി പോലെ തിളങ്ങുകയാണ് അല്ലേ. ഇതുപോലെ പോളിഷ് ചെയ്ത വർക്കിംഗ് ഒക്കെ എവിടെയും കാണിക്കാൻ പറ്റില്ല. ഇതുപോലെ കരിങ്കല്ലിൽ ഫുള്ളായിട്ട് ചുമര് പോളിഷ് ചെയ്ത വർക്ക് വേറെ എവിടെയും ഇല്ല അല്ലേ. ഇന്ന് പ്രതീക്ഷയുടെ കൂടെ കേട്ടോ, നമ്മളെ ശീലാശില്പിലെ പ്രതീക്ഷയുടെ കൂടെ. പ്രതീക്ഷയുടെ നമസ്കാരം. അപ്പോൾ നമ്മള് കൊടകിലാണ് അല്ലേ. നമ്മളെ കൊടകിൽ സ്ഥലത്തിന്റെ പേരെന്താ? കോണിക്കൊപ്പ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഫോറസ്റ്റിന്റെ നടുക്ക് ഇവിടെ ഒരു വർക്ക്, ഒരു ഗംഭീര വർക്ക്. നമ്മൾ ചെങ്കല്ലിൽ മാത്രമല്ല കരിങ്കല്ലിലും വർക്ക് ചെയ്യും. കരിങ്കല്ല് ചെയ്തിട്ടുള്ള ഒരു ഗംഭീര വർക്ക് ചെയ്തിട്ടുള്ളതല്ല, ചെയ്തുകൊണ്ട് തുടങ്ങിയിട്ടുള്ളത് പ്രാരംഭഘട്ടത്തിലാണ്. അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയാണെന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫൗണ്ടേഷനൊക്കെ ചെങ്കല്ല അല്ലേ? ഫൗണ്ടേഷൻ 2 ചുമരും ചെങ്കല്ല്. ഫൗണ്ടേഷനും ഏത് ചുമര്? ഇനി ഇവിടെ ചുമര് വരും അല്ലേ. ഓ, ഇതാണ് നമ്മളെ വർക്ക് തുടങ്ങിയതിപ്പോൾ ഈ ഒരു മോഡലാണ് വരും അല്ലേ. ആ ഒരു മോഡലിൽ ഫുള്ള് പൂർണ്ണ രൂപത്തിലുള്ള വലിയൊരു അമ്പലമായി മാറും അല്ലേ. അപ്പോൾ ഈ അമ്പലത്തിന്റെ ഭാരവാഹികളാണ് അല്ലേ. നമസ്കാരം. എന്താ പേരെന്താ? ഗണപതി. ഈ അമ്പലം ഒരു 800 years ഓൾഡ് ഇതാ. പുരാതനമായ അമ്പലം അല്ലേ. അത് ടിപ്പുവിൻ്റെ കാലത്തിൽ ഇതായി അറ്റാക്ക് ആയിട്ട് പോയിരുന്നു. അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു, കിട്ടിയിട്ടില്ല. ഇപ്പം നമ്മളെ ഫാമിലീൻ്റെ ഇതിലെ സ്ഥലത്തിലുള്ള അതിനായിട്ട് നമ്മൾ വന്ന് ഇതിനെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തു ജീർണോദ്ധാര കേന്ദ്രം. അതങ്ങനെ ഇപ്പോൾ സ്റ്റാർട്ടാക്കിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു 3 കോടിൻ്റെ എസ്റ്റിമേറ്റ് ഉണ്ട് ഇതിന്. ഇത് എങ്ങനെ ഇത് ട്രസ്റ്റ് രൂപീകരിച്ചിട്ടാണോ? എങ്ങനെ? ഇത് നമ്മളെ ഫാമിലിൻ്റെ ട്രസ്റ്റ് ലെവൽ, പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ പ്രൈവറ്റ്, ബട്ട് ടെമ്പിള് അല്ല പബ്ലിക് എല്ലാവരും. ദേവീക്ഷേത്ര ഈ ദേവീക്ഷേത്ര അന്നപൂർണേശ്വരി ഉണ്ട്. അതിൻ്റെ ആ ശക്തി ദേവിൻ്റെ ഒരു മഹാകാളി, മഹാസരസ്വതി, മഹാലക്ഷ്മിൻ്റെ ഇത് സ്ഥലമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കരിങ്കല്ലിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാറിൻ്റെ കമ്പനീൻ്റെ പേര്? ആസ്ട്രൽ എക്സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആസ്ട്രൽ എക്സ്പോർട്ട്, അത് ബാംഗ്ലൂരാണ്. അപ്പോൾ അവിടുന്ന് ഈ ഒരു വർക്ക് ചെയ്ത് ഇതുപോലെ കൊണ്ടുവന്നതാണ് അല്ലേ. റെഡി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ എറക്ഷൻ ചെയ്തതാണ്. അപ്പോൾ വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നേതൃത്വം ചെയ്ത് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മളെ പ്രതീക്ഷേട്ടനാണ്. ശിലാശില്പിൻ്റെ നേതൃത്വം, അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണല്ലോ ചെയ്തത് അല്ലേ. അതെ. അപ്പോൾ പ്രതീക്ഷേട്ടൻ ഇതിപ്പോൾ നമുക്ക് ഇതിൽ വർക്ക് ഇനി ഇതിൻ്റെ മുകളിൽ 2ാം നില. അപ്പോൾ നമ്മൾ ഈ ചെയ്തതിൻ്റെ മുകളിൽ ഈ ഒരു ചെങ്കല്ലിലാണ് നമ്മൾ പടവ് വരുന്നത് അല്ലേ. അതിന്റെ മുകളിലാണ് നമ്മൾ അതിന്റെ ഒരു റൂഫ് വരുന്നത് അല്ലേ. ഇതാണ് അതിന്റെ ഡിസൈൻ കേട്ടോ. ഈ ഒരു ലെവലിൽ പണി കഴിഞ്ഞ് വരുമ്പോൾ ഗംഭീരമായ ക്ഷേത്രം. അതിന്റെ പ്രാരംഭഘട്ടം പണികളാണ് ഇവിടെ തുടങ്ങി വെച്ചിട്ടുള്ളത്. നമ്മുടെ ഇതിന്റെ ഫൗണ്ടേഷന്റെ വർക്കൊക്കെ നമ്മൾ കണ്ണൂരിൽ നിന്ന് വന്നിട്ടുള്ള ശിലശില്പിൽ നിന്ന് വന്നിട്ടുള്ള കല്ലുകൊണ്ട് ഇതിന്റെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ അതിന്റെ കണക്ക് പ്രകാരം ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ പ്രതിഷേധമല്ലേ. അപ്പൊ അതായത് ക്ഷേത്രത്തിന് ഒരു പ്രത്യേക അളവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് നമ്മൾ ആർക്കിടെക്റ്റോ എഞ്ചിനീയർക്കോ അറിയുന്ന കാര്യങ്ങളല്ല. അത് നമ്മൾ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന അറിവും കാര്യങ്ങളൊക്കെയാണ്. അതൊരു നല്ല ഫസ്റ്റ് ക്വാളിറ്റി ചെത്തി വന്നിട്ടുള്ള കല്ല് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ ചെത്തി വന്ന കല്ല് ഈ ഒരു ലെവലിലായിട്ട് ഉണ്ടാവുക. നമ്മളെ ഫാക്ടറിയിൽ നിന്ന് ചെത്തി വന്നിട്ടുള്ള 7 ഇഞ്ച് അതിൻ്റെ ഹൈറ്റ് വരുന്ന 7 ഇഞ്ച് ഹൈറ്റ് വരും. അതിൻ്റെ 8 ഇഞ്ചിൽ കുറവായിട്ടുള്ള 8 ഇഞ്ച് വീതിയും വന്നിട്ടുള്ള നല്ല അടിപൊളി കണ്ണൂർ കല്ല്, ഫസ്റ്റ് ക്വാളിറ്റി സൂപ്പർ കല്ല് ഇവിടെ ഒരു ലോഡ് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കരിങ്കല്ലാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ചെങ്കല്ല്, നമ്മളെ ലാറ്ററൈറ്റ് സ്റ്റോണ്, അതൊക്കെ പോളിഷൊക്കെ ചെയ്ത് വരുമ്പോണ്ടല്ലോ 2 കളറും. അടിയിൽ ഇതാ ചുവന്ന കളറിലുള്ള ഒരു ബോർഡർ. അത് കഴിഞ്ഞ് ഈ ഒരു ചുവന്ന കല്ല് വലിയ കല്ലുകൾ ഗ്രാനൈറ്റ് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കരിങ്കല്ലിൻ്റെ കട്ടില എന്ന് പറയുമ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത്. എത്രയാണ്? 40 സെന്റിമീറ്റർ വീതി, 42 സെന്റിമീറ്റർ ആണ് ഇതിന്റെ കെട്ടുവണ്ണം കേട്ടോ. ഈ വണ്ണത്തിലല്ല ഫുള്ള് ചുമര് പോകുന്നത്, ഈ ഒരു വണ്ണത്തിലാണ് ചുമര് പോകുന്നത്. ഈ ഒരു മുന്നിലുള്ളതിന്റെ ഒരു ഫിനിഷിംഗ് നോക്കണം, കണ്ണാടി പോലെ തിളങ്ങുകയാണ് അല്ലേ. സാധാരണ കല്ല് പോളിഷ് ചെയ്തെടുക്കുന്നത്, സാധാരണ കരിങ്കല്ല് പോളിഷ് ചെയ്തിട്ട് ഈ ഒരു ലെവലായിട്ടുള്ളതാണ്. എത്ര വർഷം കഴിഞ്ഞാൽ ഇനി പൊടിയോ ചേറോ ഒന്നും ആവില്ല. ഇതിലിപ്പോൾ അമ്പലമാകുമ്പോൾ ഈ കരിയും ഇതൊക്കെ ചുമരുമ്പിൽ ഇങ്ങനെ ഇതാകുമ്പോൾ തുടച്ചെടുത്ത് വൃത്തിയാക്കിയാൽ മതി അല്ലേ. അതാണ് ഇതിന്റെ ഒരു മെച്ചം, ഈ ഒരു കരിങ്കല്ലാകുമ്പോഴുള്ളൊരു മെച്ചം അല്ലേ. പിന്നെ ഇതൊരു വേറൊരു വെറൈറ്റി കല്ല്. ഇത് കുറച്ച് കോസ്റ്റ്ലി എക്സ്പോർട്ടാണ് ഈ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ. എന്താ ആസ്ട്രൽ എന്ന് പറഞ്ഞൊരു എക്സ്പോർട്ട്. അവിടെ നമ്മൾ കല്ല് അത് ഈ അവർ ഈ ജർമ്മനിയിലേക്കല്ലേ ഇത് അവരാദ്യമായിട്ടാണ് ക്ഷേത്രപ്പണി ചെയ്യുന്നത്. നമ്മൾ പോയിട്ട് ഡിസൈൻ അവിടെ നിന്ന് ചെയ്യിച്ചതാണ്. ഒറ്റക്കല്ല, അവിടത്തേക്ക് ഒറ്റക്കല്ല. ഇത്രയും വലിയ ഒറ്റക്കല്ല കേട്ടോ. ഇതാ ഇത്രയും വലിയ കല്ലാണ്, വലിയ കല്ല്, ഒറ്റക്കല്ല്. ഇത് ക്രെയിൻ ഉപയോഗിച്ച്. അപ്പോൾ ഇതിന്റെ റൂഫിന്റെ വർക്ക് എന്ന് പറയുമ്പോൾ കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ.
നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സമയത്ത്. അതിൻ്റെ ആ കൊത്തുപണികളും അതിൻ്റെ ആ ഒരു ഡിസൈൻ, ഒരു പ്രത്യേക ഡിസൈനിൽ ഇത് പ്രതീക്ഷ ഈ ഒരു ഡിസൈൻ എന്തെങ്കിലും പ്രത്യേക പേരെന്തെങ്കിലും ഉണ്ടോ? ഇത് നമ്മുടെ നാട്ടിൽ തുരവ് എന്ന് പറയും, ഇവിടെ വേറെ ഒരു സ്റ്റൈലാണ് കർണാടക. തുരവിൻ്റെ വേറൊരു രൂപമാണല്ലേ അത്? രണ്ടാം തല അതിൻ്റെ മുകളിലേക്ക് വരുന്നുണ്ട്. അതിൽ മരത്തിൻ്റെ കൂട്ടാ വരിക? മരത്തിൻ്റെ കൂട്ട് ട്രഡീഷണൽ സ്റ്റൈലിൽ നമ്മളെ ചെമ്പ വരിക അല്ലേ? ചെമ്പ് പാകിയിട്ടുള്ള കൂട്ടാണ് വരുന്നത്. ഒരു പ്രദക്ഷിണ വഴിയാണ് ഇവിടെ പ്രദക്ഷിണം ഇടനാഴി എന്ന് പറയും. പഴയ ക്ഷേത്രങ്ങളിലൊക്കെ കരിങ്കല്ലുകൊണ്ട് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പോൾ ഇതുപോലെ കണ്ണാടി ഫിനിഷിങ്ങിൽ പോളിഷ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അതിനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ മെഷീനറികളൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു വർക്കാണിത്. അപ്പോൾ ഇത് കാലങ്ങളോളം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇതുപോലുള്ള വർക്ക് അല്ലേ? അപ്പോൾ ഭാവിയിൽ നമ്മൾ ചെങ്കല്ലിൽ മാത്രമല്ല കരിങ്കല്ല് നമ്മളിപ്പം ഇവിടെ കനക്പുരയിൽ നിന്ന് വർക്ക് വേറെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ നല്ല വെള്ളക്കല്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇതുപോലെ കല്ലുകൾ ചെങ്കലിന് തന്നെ പൈസക്ക് എങ്ങനെ കർണാടകയിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്നില്ലതാണ് നമ്മൾ ആലോചിച്ചെടുക്കുന്നത്. അതെ അതെ, ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വർക്കുകൾ ചെയ്യാൻ കഴിയട്ടെ. കാലങ്ങളോളം നിൽക്കുന്ന ഇതുപോലുള്ള വർക്കുകൾ ഇനി ഒരു കാലം ഇനി മെയിൻ്റെനൻസ് ഇല്ല, നാച്ചുറൽ പോളിഷ് ചെയ്ത് എല്ലാം കൈകൊണ്ട് തന്നെ പോളിഷ് ചെയ്തെടുത്തതാണ്. അതെ അതെ, ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തട്ടെ. അപ്പോൾ നമ്മൾ ഈ ഒരു കൊടകിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നല്ലൊരു എന്താ പറയുക നല്ലൊരു യാത്രയായിരുന്നു. നല്ല മനോഹരമായ സ്ഥലമാണ്. ഫുള്ളും കാടും കാപ്പിത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള നല്ലൊരു കാലാവസ്ഥയൊക്കെയുള്ള നല്ലൊരു സ്ഥലത്താണ് ഇന്നത്തെ നമ്മളെ യാത്ര. ഇന്നത്തെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വെറൈറ്റി വർക്കുകൾ, ഇതുപോലുള്ള ക്ഷേത്രത്തിൻ്റെ വർക്കുകൾ, അതുപോലെ ചെങ്കല്ല് നമ്മളെ ഫിനിഷ് ചെയ്ത കല്ലിതാ നമ്മളെ കല്ലിവിടെ ഒരു ലോഡ് വന്ന് കിടക്കുന്നുണ്ട്. ഇതുപോലുള്ള ഫിനിഷ് ചെയ്തിട്ടുള്ള ചെങ്കല്ലുകൾ, അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ വേണ്ടവർ നമ്മുടെ ശിലാശില്പിനെ വീണ്ടും ബന്ധപ്പെടുക. ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ട് അല്ലേ? നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ശിലാശില്പമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തണേ. പോവല്ലേ, നമുക്ക് അടുത്ത സൈറ്റിലേക്ക് പോവല്ലേ? നമുക്ക് ഇവിടെ ഒരു വേറെ സംഭവം കൂടി കാണാണ്ടല്ലേ? കർണാടകയിൽ വേറെ ഒരു അമ്പലം കാണാണ്ട്. അപ്പോൾ ബായ്.